ശബരിമലയിൽ ജീവനക്കാരുടെ പണമിടപാടുകളിലും അന്വേഷണത്തിന് ഹൈക്കോടതിയുടെ ഉത്തരവ്. കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് കാലയളവിൽ ശബരിമലയിൽ ജോലി ചെയ്തിരുന്ന ജീവനക്കാരുടെ ഇടപാടുകൾ സംശയകരമെന്ന് റിപ്പോർട്ട്. മണ്ഡലകാലത്ത് സന്നിധാനത്ത് ജോലി ചെയ്തിരുന്ന മുഴുവൻ ജീവനക്കാരുടെയും വിവരങ്ങൾ ശേഖരിക്കണമെന്നും 3 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. വിഷ്ണു, കൂടുതൽ കാര്യങ്ങളിലേക്ക് അന്വേഷണം ചെന്നെത്തുക എന്നതാണല്ലോ ഹൈക്കോടതിയുടെ ഇടപെടൽ മൂലം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജീവനക്കാരുടെ പണമിടപാടുകളിലും അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. സാഹചര്യം എന്താണ് കോടതി പറഞ്ഞിരിക്കുന്നത്? ആദ്യം സ്വർണ്ണക്കൊള്ള, അതിനു പിന്നാലെ കൊടിമര പുനഃപ്രതിഷ്ഠ, അതിനുശേഷം ആടി നെയ്, അതോടൊപ്പം അയ്യപ്പ സംഗമം, ഇതിലടക്കം വിശദമായ പരിശോധന നടത്താൻ ഹൈക്കോടതി നിർദ്ദേശത്തിന് പിന്നാലെ വീണ്ടും ഹൈക്കോടതിയുടെ ഇടപെടൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നു. കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് കാലഘട്ടത്തിൽ ജോലി ചെയ്തിരുന്ന ജീവനക്കാരുടെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്താനാണ് നിർദ്ദേശം. നേരത്തെ ദേവസ്വം വിജിലൻസ് പ്രാഥമികമായ അന്വേഷണം നടത്തുകയും ചില ഇടപാടുകൾ ദുരൂഹമെന്ന് കണ്ടെത്തി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് വിശദമായ അന്വേഷണം നടത്താൻ ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. കേസെടുത്ത്, അതായത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് നിർദ്ദേശം നൽകണം സന്നിധാനം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്രിമിനൽ കേസും രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു പശ്ചാത്തലം ഇങ്ങനെയാണ്: ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 14 ലക്ഷം രൂപ പോസ്റ്റ് ഓഫീസ് വഴി, സന്നിധാനത്തിന് സമീപമുള്ള പോസ്റ്റ് ഓഫീസ് വഴി ഇടപാട് നടന്നിട്ടുണ്ട്. അതിൽ 2 ജീവനക്കാർ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കാൻ ഇപ്പോൾ വിജിലൻസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഹൈക്കോടതി. 3 ആഴ്ചക്കകം തന്നെ അതിന്റെ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കാനും ജസ്റ്റിസ് രാജാ വിജയരാഘവന്റെ ബെഞ്ച് നിർദ്ദേശിച്ചിട്ടുണ്ട്. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.